തീർച്ചയായും ഈ യാത്ര വിജയിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ബീഹാറിനെ ആകെ ഇളക്കി മറിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ വോട്ടർ അധികാർ യാത്ര കടന്നുപോയത് 1300 കിലോമീറ്റർ ദൂരത്തിൽ. ഇന്ന് പാറ്റ്നയിൽ അത് സമാപിക്കുമ്പോൾ പുതിയ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് ബീഹാറിൽ ഈ യാത്ര സമാപിച്ചിരിക്കുന്നത്. ബീഹാർ ഒരു തെരഞ്ഞെടുപ്പ് മണ്ണാണ്. 2 മാസത്തിനകം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിലാണ് മഹാസഖ്യത്തിന് ബീഹാറിൽ അധികാരം നഷ്ടമായത്. ഏറ്റവും വലിയ പാർട്ടിയായത് RJD ആയിരുന്നു. 75 നിയമസഭാ സീറ്റാണ് RJD പിടിച്ചത്. BJPക്ക് രണ്ടാം കക്ഷിയായി BJPക്ക് 74 സീറ്റേ കിട്ടിയുള്ളൂ. പക്ഷേ കോൺഗ്രസ് പ്രതീക്ഷിച്ചത്ര സീറ്റിൽ കഴിഞ്ഞ തവണ വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. 27 സീറ്റിൽ മത്സരിച്ചിട്ട് കോൺഗ്രസിന് 19 സീറ്റിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ. അതൊക്കെ വലിയ തിരിച്ചടിയായിരുന്നു 2020. പക്ഷേ ഈ വോട്ടർ അധികാർ യാത്ര, വോട്ട് ചോരി വിഷയം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഈ യാത്ര വിജയിക്കുകയാണെങ്കിൽ, ഇത് ജനങ്ങളെ വലിയ തോതിൽ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ബീഹാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചലനങ്ങളുണ്ടാകും. ബീഹാറിൽ അങ്ങനെയൊരു വിജയം BJPയെ പരാജയപ്പെടുത്തി ഇന്ത്യ സഖ്യത്തിന്, മഹാസഖ്യത്തിന് നേടാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ അധ്യായം തന്നെ തുറക്കലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നോക്കൂ, ഈ വോട്ടർ അധികാർ യാത്ര, ഈ വോട്ട് ചോരി വിഷയം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ യാത്ര തീർച്ചയായും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. SIRൽ നിന്നാണല്ലോ ഇത് തുടങ്ങുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന ഒരു അസാധാരണ നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിക്കുകയാണ്. ആ അസാധാരണ നീക്കം എന്തുകൊണ്ട് ആരംഭിച്ചു എന്ന് പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ ദേശീയ തലത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു. തൊട്ടു പിന്നാലെയാണ് കർണാടകത്തിലെ മഹാദേവപുരയിൽ നിന്ന് കുറേ കണക്കുകളുമായി രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനം വരുന്നത്. ആ കണക്കുകൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു മേൽവിലാസത്തിൽ 500-ലധികം വോട്ടുകൾ. പിന്നീട് ബീഹാറിൽ നിന്ന് വന്ന കണക്കുകളാണ് അതിനേക്കാൾ ഭീകരമായിരുന്നു. ഒരേ മേൽവിലാസത്തിൽ പലയിടങ്ങളിൽ ഒരേ ബൂത്തുകളിൽ ഒരുപാട് വോട്ടുകൾ ചേർത്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് പുറത്തു വന്ന കണക്കുകൾ പരിശോധിച്ചാലും നമുക്ക് വളരെ വ്യക്തമാണ്. ഏതാണ്ട് 39 മണ്ഡലങ്ങളിലെ ഇന്നത്തെ ഏറ്റവും പുതിയ കണക്കുകൾ, മാധ്യമപ്രവർത്തകർ കൂട്ടായ്മ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പരിശോധിച്ചാൽ 39 നിയമസഭാ മണ്ഡലങ്ങളിൽ 3,76,000 വ്യാജ വോട്ടുകൾ എന്ന് വേണമെങ്കിൽ കണക്കാക്കാവുന്ന തരത്തിൽ വോട്ടുകൾ ചേർത്തു എന്നാണ് പറയുന്നത്. 89 ലക്ഷം പരാതിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയത്. അപ്പോൾ ഇത് ബീഹാറിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ബീഹാറിന് പുറത്ത് എല്ലായിടങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ വോട്ട് തട്ടിപ്പാണ് എന്ന തരത്തിൽ ദേശീയ തലത്തിൽ വലിയൊരു ക്യാമ്പയിനായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു 3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവ്, 2 പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ ശക്തമായ യോജിപ്പ്, 3 പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിന് മുൻപ് ഉള്ള സാഹചര്യം കോൺഗ്രസിന് വിശ്വാസത്തിലെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികളിൽ പല പാർട്ടികൾക്കും താല്പര്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിനടക്കം ശക്തമായി വിയോജിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ആ നിലപാട് തൃണമൂൽ കോൺഗ്രസ് അടക്കം തുടർന്നാണ്. പക്ഷേ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ തന്നെ ആ നിലപാടിൽ നിന്ന് മാറി കോൺഗ്രസിന് പിന്നിൽ വളരെ ശക്തമായി അണിനിരക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നോക്കൂ, ദേശീയ രാഷ്ട്രീയത്തിൽ സാഹചര്യങ്ങൾ മാറുന്നു എന്നതിൻ്റെ ഒരു സൂചന ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ നൽകുന്നുണ്ട്. BJPയിലെ സാഹചര്യം ഭദ്രമല്ല. ഒരു ഉപരാഷ്ട്രപതി രാജിവെച്ചൊരു സാഹചര്യമാണ് BJP നേരിടുന്നത്. ഒരു സർക്കാരിൽ BJPയുടെ നോമിനിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതി രാജിവെച്ച് മാറേണ്ടി വന്നിരിക്കുന്നു. BJP അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് BJPയിലുള്ളത്. BJPയുടെ നിലവിലെ അധ്യക്ഷൻ JP നദ്ദയുടെ കാലാവധി കഴിഞ്ഞിട്ട് എത്രയോ നാളായി. പക്ഷേ ഒരു പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ BJPക്ക് സാധിക്കുന്നില്ല. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒരു അധ്യക്ഷനെ മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായി എന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ ഭരണപക്ഷത്തിന് സാധിക്കുന്നില്ല. മോദിക്കോ അതുപോലെ അമിത്ഷായ്ക്കോ സാധിക്കുന്നില്ല. അത് ഗുരുതരമായ സാഹചര്യമാണ്. ഇതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്, രാഷ്ട്രീയ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഈ വോട്ട് അധികാർ യാത്ര നടത്തിയത്. വോട്ട് ചോരി എന്ന ഒരു ക്യാമ്പയിൻ, ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ രാഹുൽ ഗാന്ധി തുടങ്ങിയിരിക്കുന്നത്. അത് വലിയ ചലനങ്ങൾ ബീഹാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ തീർച്ചയായും അത് ഒരു ദേശീയ മുന്നേറ്റമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല.
നോക്കൂ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയെ രാഷ്ട്രീയമായി വിറപ്പിച്ച ഒരു മുന്നേറ്റമായിരുന്നു JPയുടെ നേതൃത്വത്തിൽ, ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സമ്പൂർണ്ണ ക്രാന്തി മുന്നേറ്റം. അന്ന് ഇന്ദിരാഗാന്ധിയെ വിറപ്പിച്ചു, ഇന്ദിരാഗാന്ധി സർക്കാരിനെ വിറപ്പിച്ചു. അന്ന് വിദ്യാർത്ഥി നേതാക്കളായിരുന്നു മുലായം സിംഗ് യാദവ് ആയാലും, അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവ് ആയാലും, നിതീഷ് കുമാർ ആയാലും ഒക്കെ തന്നെ വിദ്യാർത്ഥി നേതാക്കളായിരുന്നു. അന്ന് ജനതാ പാർട്ടിയുടെ വലിയ മുന്നേറ്റമാണ് രാജ്യം കണ്ടത്. അന്ന് ആ നേതാക്കളുടെ മുന്നേറ്റത്തിൽ പേടിച്ചു വിറച്ചാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന തീരുമാനത്തിലേക്ക് പോയത്. പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി ആകെ തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമുണ്ടായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുന്നേറ്റമായിരുന്നു മണ്ഡൽ പ്രക്ഷോഭം. അത് ബീഹാറിൽ നിന്നാണ് തുടങ്ങുന്നത്, മണ്ഡൽ പ്രക്ഷോഭം. ആ മണ്ഡൽ പ്രക്ഷോഭം ദേശീയ രാഷ്ട്രീയത്തെ ആകെ മാറ്റിമറിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭമുണ്ടായി. വി പി സിംഗ് സർക്കാരിൻ്റെ കാലത്ത് മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭമുണ്ടായി. അതിനുശേഷം രാമജന്മഭൂമി പ്രക്ഷോഭം. അത് അവസാനിക്കുന്നത് ഫൈസാബാദിൽ ബാബറി മസ്ജിദ് തകർത്ത ശേഷമാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആകെ മാറ്റിമറിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു നീക്കമായിരുന്നു രാമജന്മഭൂമി പ്രക്ഷോഭം. അങ്ങനെയാണ് വാജ്പേയി സർക്കാർ 1996 ആദ്യം 13 ദിവസവും പിന്നീട് 99 പിന്നീട് അധികാരത്തിൽ വരികയും ചെയ്തത്. ഈ വാജ്പേയി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഇതുപോലൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ഇന്ത്യ ഷൈനിങ്. ആ ഒരു ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ആ ക്യാമ്പയിൻ അന്ന് വാജ്പേയി സർക്കാരിന് വേണമെങ്കിൽ ഒരു തുടർ ഭരണം കിട്ടാവുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചത്. പ്രതിപക്ഷമൊക്കെ തന്നെ വലിയ സംശയത്തിലായിരുന്നു. ഇന്ത്യ ഷൈനിങ് എന്ന ക്യാമ്പയിൻ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോഴാണ് 2004 ഏപ്രിൽ മാസത്തിലാണ് തോന്നുന്നു ലക്നൌവിൽ അന്ന് ഒരു സാരി വിതരണം ഉണ്ടാകുന്നു. ആ സാരി വിതരണത്തിൽ സാരി വാങ്ങാനായി പോയ 25 പേർ അന്ന് തിക്കിലും തിരക്കിലും പെട്ട് കൊല്ലപ്പെടുന്നത്. ലാൽജി ടണ്ടൻ എന്ന് പറയുന്ന BJP നേതാവ് അന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ അവിടുത്തെ ആളുകൾക്ക് സാരി വിതരണം ചെയ്യണം. അപ്പോൾ ഒരു സാരിക്ക് വേണ്ടി മനുഷ്യർ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഷൈനിങ് എന്നുള്ള ഒരു ക്യാമ്പയിൻ തന്നെ പരാജയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരാഴ്ച പോലും വളരെ വലുതാണ്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് വേണമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ മാറിമറിയാവുന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തുടങ്ങിയിരിക്കുന്ന വോട്ട് ചോരി, വോട്ട് കൊള്ള എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ, ഈ ഒരു പ്രചരണം, ഈ ഒരു പൊളിറ്റിക്കൽ മൂവ് അത് നിസ്സാരമായി കാണാനാകില്ല. അത് വളരെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനേ സാധിക്കില്ല. കാരണം ഇത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമായി മാറിയിട്ടുണ്ട്. കാരണം എൻ്റെ വോട്ട്, നിങ്ങളുടെ വോട്ട്, നമ്മുടെ എല്ലാവരുടെയും വോട്ട് കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ള ഒരു വിവരമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. വെറുതെ പറയുന്നതല്ല, കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ബീഹാറിൽ നിന്നൊക്കെ വരുന്ന കണക്കുകൾ എന്താണ്? കൃത്യമായി ഒരു മേൽവിലാസത്തിൽ ഒരുപാട് വോട്ടുകൾ ചേർത്തിരിക്കുന്നുവെന്നാണ്. കഴിഞ്ഞ 5 വർഷമായി ഇതിങ്ങനെ വോട്ടർ പട്ടികയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും ഇത് കാണുന്നേയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനമാണെങ്കിൽ പൂർണ്ണമായി പരാജയപ്പെട്ടൊരു വാർത്താ സമ്മേളനമാണ് എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അജണ്ട സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഇവിടെ വിജയിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമാണ്. കഴിഞ്ഞ 11 വർഷത്തിനിടയിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയിൽ പരിശോധിച്ചാൽ BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടയ്ക്ക് പിന്നാലെ ഓടുന്ന പ്രതിപക്ഷമായിരുന്നു ഇന്ത്യ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്ക് പിന്നാലെ നീങ്ങുന്ന സർക്കാരിനെയാണ്, അതിനെ പ്രതിരോധിക്കാൻ നീങ്ങുന്ന സർക്കാരിനെയാണ് കഴിഞ്ഞ 1-2 മാസങ്ങളിലായി ഇന്ത്യ കാണുന്നത്, ഈ ദേശീയ രാഷ്ട്രീയം കാണുന്നത്. അത് ഓപ്പറേഷൻ സിന്ദൂരിൽ തുടങ്ങി, ഇപ്പോൾ വോട്ട് കൊള്ളയിൽ തുടങ്ങി. പാർലമെൻറ്റ് സമ്മേളനം ആകെ വാഷൗട്ടായി പോയില്ലേ? പാർലമെൻറ്റ് സമ്മേളനത്തിൽ സർക്കാരിന് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞു? ഈ വോട്ട് ചോരി വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ ഈ ഒരു പ്രക്ഷോഭത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് പാർലമെൻറ്റിൽ കണ്ടത്. ഇപ്പോൾ ബീഹാറിലും അതിന് സമാനമായ സാഹചര്യങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഇത് ബീഹാറിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പക്ഷേ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബീഹാറിൽ ഒരു അധികാരമാറ്റം ഈ ഒരു വോട്ട് കൊള്ള ഉയർത്തിയുള്ള, വോട്ട് ചോരി ഉയർത്തിയുള്ള ഈ നീക്കത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ഒരു മുന്നേറ്റത്തിൻ്റെ തുടക്കമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇത് വിജയിച്ച് നിൽക്കുന്ന ഒരു മുന്നേറ്റമാണ്. ഇനി ഇതിനെ പ്രതിപക്ഷം എങ്ങനെ കൊണ്ടുപോകും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. Meet the editors.